ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതാ നമ്മൾ രാവിലെ തന്നെ ക്യാമറയൊക്കെ ഒന്ന് ഓൺ ചെയ്തിട്ട് അടുക്കള വഴി വന്നതാണ് കേട്ടോ. കുക്കർ വിസിലടിക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് അങ്ങനെ അവിടെ നിന്നാണ് കേട്ടോ. അവനാണെങ്കിൽ നമ്മൾ ക്യാമറ ഓൺ ചെയ്ത ആ സമയത്ത് അടിക്കില്ല. അങ്ങനെ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് അവൻ്റെ ചൂളം വിളിയൊക്കെ കേട്ട് അങ്ങനെ നമ്മൾ ഇന്നിപ്പോൾ രാവിലെ പച്ചക്കറികളൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ സാമ്പാറിനുള്ളതും രാവിലെ ഉപ്പുമാവിനുള്ളതുമാണ്. അപ്പോൾ ഞാൻ എണീറ്റിട്ട് കുറച്ച് സമയമായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടുക്കളയിൽ അന്തരീക്ഷം വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇതെവിടെ ഒരാൾ അടുക്കളയിൽ ഇപ്പോൾ ഏട്ടനാണ് കേട്ടോ രാവിലെ നേരങ്ങളിലൊക്കെ ചില സമയത്തൊക്കെ നമുക്ക് അടുപ്പത്ത് തീയൊക്കെ പൂട്ടി തരുന്നത്. അപ്പോൾ അടുപ്പത്ത് തീ പൂട്ടി ചോറിനുള്ള വെള്ളമൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ രാവിലെ കഴിക്കാനുള്ള ഉപ്പുമാവ് ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. ഉപ്പുമാവ് പറയുമ്പോൾ ഇപ്പോൾ ഇവിടെ റവയും ഉണ്ട്, നമ്മളെ സേമിയും ഉണ്ട് കേട്ടോ. അത് നമ്മൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ബാക്കിയുള്ളതാണ്, കുറച്ചേ ഉള്ളൂ. അപ്പോൾ രണ്ടും കൂടെ ഒരുമിച്ചിട്ടിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കിയാൽ ഒരു നേരം നമുക്ക് കഴിക്കാമല്ലോ. അപ്പോൾ തനിയെ വെക്കാനും തികയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ റവയും അതും കൂടെ ഇട്ടിട്ട് സേമിയും കൂടെ ഇട്ടിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കാം കേട്ടോ. പിന്നെ എല്ലാം അരിഞ്ഞു വെച്ചതൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. നമ്മുടെ ഉപ്പുമാവിനുള്ള ക്യാരറ്റ്, ഇഞ്ചി, പിന്നെ കറിക്കുള്ള തക്കാളിയും അതിനകത്ത് തന്നെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ രാവിലെ നേരത്ത് എപ്പോഴും ഒരു 4-5 കൈയും കൂടെ തന്നിരുന്നെങ്കിൽ ഭഗവാനെ എനിക്ക് അത്രയും പണി ലാഭമായല്ലോ എന്ന് വിചാരിക്കും. കാരണം നമുക്ക് ഇങ്ങനെ എല്ലാവിടെയും ഓടിയെത്തണമല്ലോ. ഓരോ അടുപ്പിൽ നമ്മൾ ഓരോന്നും വെച്ച് പിന്നെ അവിടെ ഇവിടെയൊക്കെ കറിക്ക് അരിഞ്ഞ് വെച്ചതും ഉപ്പേരിക്ക് അരിഞ്ഞു എല്ലാം കൂടെ ചിലപ്പോൾ ഒരുമിച്ചായിരിക്കും വെച്ച്, ഒരു പാത്രത്തിലായിരിക്കും. ഏത് ഇടണം എങ്ങനെ ഇടണം എന്നുള്ള ഇതായിരിക്കും. ചില സമയത്ത് അങ്ങനെ മാറിപ്പോവാറും ഉണ്ട് കേട്ടോ. അങ്ങനെ രാവിലത്തെ ഒരു തിക്കും തിരക്കൊക്കെ കഴിഞ്ഞ് ഞാനിതാ റെഡിയായി വർക്കിന് പോകാനായിട്ട് നിൽക്കുക കേട്ടോ. കാര്യമായിട്ടുള്ള വീഡിയോ എടുത്തൊന്നും ഇപ്പം നടക്കുന്നില്ല. എനിക്ക് എന്താ പറയുക, വീഡിയോ എടുത്തിരുന്നു വെച്ചാൽ എനിക്ക് ബസ്സിന് കിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു അവസ്ഥയാകുമ്പോൾ പിന്നെ നമ്മൾ വീഡിയോ എടുക്കുമ്പോഴൊക്കെ അവിടെ ഇവിടെ ആയിട്ട് കുണ്ടും മുറിയൊക്കെ ആയിട്ടാണ് എടുക്കുന്നത്. കാരണം എനിക്കത് ഇപ്പോൾ അത് ബോറടിക്കുന്നുണ്ട്. കാരണം നന്നായിട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല. വീഡിയോയിൽ കണ്ടന്റുകളൊന്നും അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് വ്യൂസൊക്കെ കുറഞ്ഞു വന്നിട്ടുണ്ട്. എന്നാലും പരമാവധി ന്യൂസ് നോക്കുന്നുണ്ട് കേട്ടോ. എന്നാലും എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെയാണ് നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും കണ്ടിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും ഞാൻ വർക്കിന് വന്നിട്ടുണ്ട്, കടന്ന് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ജോലിക്ക് പോയവിടെ അങ്ങനെ വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് നമ്മൾ അവിടെ വീഡിയോ എടുക്കും. വരുന്ന സമയത്തൊക്കെ ഓർമ്മയില്ല സമയത്തൊക്കെ എടുക്കും. അങ്ങനെ ഞാനും ഇന്നിപ്പോൾ ജോലിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരികയാണ് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ നമ്മുടെ ഇവിടെ പാലക്കാട് ഇലക്ഷനാണ്. ന്യൂസിലൊക്കെ കേട്ടിട്ടുണ്ടാവും. പാലക്കാട് മണ്ഡലത്തിലും ഒക്കെ ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് എല്ലായിടത്തും ഇല്ല കേട്ടോ, നമ്മുടെ ഇവിടെ ഉണ്ട്. അങ്ങനെ ഞാൻ വരുന്ന വഴിക്ക് ഒരു 5 മിനിറ്റേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ, 6 മണിയാകാൻ. ആ സമയത്താണ് ഞാൻ പോയി വോട്ട് ചെയ്തത്. അവസാന സമയത്ത് രാവിലെ മുതൽ വോട്ട് ചെയ്തില്ലല്ലോ സമയം കിട്ടാത്തതുകൊണ്ട് അങ്ങനെ ഒരു വേവലാതിയായിരുന്നു. പക്ഷേ ആ ഒരു നിരാശയും തീർത്തു കേട്ടോ. ഞാൻ വരുമ്പോൾ തന്നെ അങ്ങനെ വോട്ടൊക്കെ ചെയ്ത് വന്നു. പിന്നെ ഏട്ടൻ ഇന്നിപ്പോൾ ആൾ ലീവായതുകൊണ്ട് ഞാൻ വരുമ്പോഴത്തേക്ക് ഹണ്ടിങ്ങിനൊക്കെ പോകണമെന്നും പറഞ്ഞ് ആൾ മെസ്സേജൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു വൈകുന്നേരത്ത്. പിന്നെ ഞാൻ വരുമ്പോൾ ഇവിടെ വീട്ടിൽ ആരും ഇല്ല കേട്ടോ. പിന്നെ ഏട്ടൻ കുറച്ച് കഴിഞ്ഞ് ഏട്ടൻ വന്നു. പിന്നെ കുട്ടികൾ ട്യൂഷൻ വിട്ട് വന്നു. പിന്നെ ഏട്ടൻ വരുന്ന സമയത്ത് ഒരു 4 കരിമീനും ഒരു വാളമീൻ പോലത്തെ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം കുറേ നാളിന് ശേഷമാണ് ഏട്ടൻ ഇങ്ങനെ ഹണ്ടിങ്ങിന് പോണത്. അങ്ങനെ പോയിട്ട് വരുമ്പോൾ മീനും കൊണ്ടുവന്നു. അപ്പോൾ പിന്നെ വൈകുന്നേരത്തിന് ഇപ്പം മീൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കരിമീൻ വറ്റിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ഇന്ന് കപ്പയും കൂടെ വാങ്ങിച്ചിട്ട് വെച്ചിട്ടുണ്ട് ഏട്ടൻ. അപ്പോൾ ആൾ പോകുമ്പോൾ തന്നെ കപ്പയൊക്കെ വേവിച്ച് വെച്ചിട്ടാണ് ആൾ മീൻ പിടിക്കാനായിട്ട് പോയത്. പിന്നെ നമുക്ക് വന്നു വെച്ചാൽ പിന്നെ കാര്യമായിട്ടുള്ള പണിയൊന്നുമില്ല. മീനൊക്കെ പിന്നെ ഏട്ടൻ തന്നെ നേരെയാക്കി തരുന്നതുകൊണ്ട് ആ ഒരു ജോലിയില്ല. പിന്നെ ഞാൻ എന്തായാലും മീൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അടുപ്പത്ത് ചട്ടിയൊക്കെ വെച്ച് കൊടുത്ത് എണ്ണയൊക്കെ ഒഴിച്ചിട്ട് അങ്ങനെ പതുപോലെ തന്നെ നമ്മുടെ മീൻ കറി ഉണ്ടാക്കാം കേട്ടോ. ചതച്ച ചെറിയുള്ളിയും ഇഞ്ചി, വെളുത്തുള്ളി,
നമ്മൾ കാന്താരി മുളകുണ്ടല്ലോ, കാന്താരി മുളക് പറയുമ്പോൾ ചീനി മുളക്, നമ്മൾ വെള്ളമുളക് അതും ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇട്ടിട്ടാണ് കേട്ടോ ഇന്നിപ്പോൾ എന്താണ് നമ്മുടെ മീൻ വറ്റിക്കണത്. അങ്ങനെ നമ്മളിതാ ഉലുവയൊക്കെ ഇട്ട് കൊടുത്തു. പൊട്ടി വന്നതിന് ശേഷം നമ്മൾ ഈ പറഞ്ഞ പോലെ ചതച്ചതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിലേക്കാണ് നമ്മൾ മുളക് പൊടിയൊക്കെ ചേർക്കുന്നത്. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തിട്ട് പിന്നെ അരിഞ്ഞു വെച്ച തക്കാളിയും ചേർത്ത് വഴറ്റുക. അപ്പോൾ പതിവ് പോലെ തന്നെ നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ ഞാൻ മീൻ കറി ഉണ്ടാക്കുന്നത്. അങ്ങനെ മാറ്റി പരീക്ഷിക്കാനുള്ള ഒരു സമയവും സന്ദർഭവും ഒന്നും അല്ല. അപ്പം അതുകൊണ്ട് ഞാനിതാ നമ്മളെപ്പോഴും വെക്കുന്ന പോലെ തന്നെയാണ് മീൻ കറി വെക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ അതാ റെഡ് ചില്ലിയൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ വെക്കുന്നത്. കാരണം എന്താ വെച്ചാൽ മീൻ കറി നമ്മൾ വറ്റിക്കുകയാണ്, നമ്മൾ മുളക് കറിയാണ്. അപ്പം അതുകൊണ്ട് നല്ല ചുമന്ന് തൊടുത്തിരുന്നാൽ കറിക്ക് നല്ലൊരു ഭംഗിയും ഒരു ഇതൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ പോരാത്തതിന് നമ്മുടെ കപ്പൻ്റെ കൂടെയൊക്കെ കഴിക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് നല്ല എരിവുള്ള മീൻ കറി ആയിരിക്കണം അല്ലേ. പോരാത്തതിന് ഞാൻ കുറച്ച് വേറെ മുളക് പൊടിയും ചേർത്തു കേട്ടോ. നമ്മൾ കാശ്മീരി മുളക് പൊടി മാത്രമല്ല, നമ്മൾ സാധാരണ മുളക് പൊടിയും കൂടി ഇട്ടാൽ കുറച്ചും കൂടെ എരിവ് കിട്ടുള്ളൂ. കളറിന് വേണ്ടി ഒരു ചുമന്ന മുളക് പൊടി ചേർത്തു. അങ്ങനെ പൊടിവർഗ്ഗങ്ങളെല്ലാം ഇട്ട് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ തക്കാളിയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തു. പിന്നെ പുളിവെള്ളം ചേർത്തു കേട്ടോ. പുളിവെള്ളം നന്നായിട്ട് തിളച്ച് വന്ന ശേഷമാണ് ഞാൻ മീനിട്ട് കൊടുത്തത്. പക്ഷേ മീനിട്ട് കൊടുക്കുന്ന സമയത്ത് എനിക്ക് ക്യാമറ ഓൺ ചെയ്ത് വെക്കാനായിട്ട് മറന്നുപോയി. ക്യാമറയൊക്കെ ഫിറ്റ് ചെയ്ത് വെച്ചു. അവസാനം നോക്കുമ്പോൾ മീനിടുന്ന വീഡിയോസ് ഒന്നും കാണാനില്ല, ഓൺ ചെയ്യാൻ മറന്നു. അങ്ങനെ മീനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ചെറിയ തീയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അങ്ങനെ കപ്പ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് പിന്നെ ഉടച്ചെടുത്ത് നമ്മളിതാ കടുകൊക്കെ പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളെ നല്ല എന്താണ് വെളുത്തുള്ളിയും വറമുളക്, കറിവേപ്പില, കടുകൊക്കെ കൂടെ ചേർത്തിട്ട് പൊട്ടിച്ചെടുത്താണ്. പിന്നെ തേങ്ങ വേണമെങ്കിൽ ചിരവിയിടാം. അതൊന്നും ഇപ്പോൾ ചേർത്തിട്ടില്ല ഞാൻ. സാധാരണ വെറുതെ ഇങ്ങനെ കടുക് പൊട്ടിച്ചിട്ട് അങ്ങനെ ചേർത്തതാണ് കേട്ടോ. പിന്നെ ഇത്ര നേരം അടുക്കളയിൽ ഇങ്ങനെ പണിയെടുത്തതിൻ്റെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഫുഡ് കൊണ്ടുപോയതിൻ്റെ ടിഫൻ ബോക്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ പിന്നെ വൈകുന്നേരം തന്നെ മാക്സിമം പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കാനായിട്ട് ശ്രമിക്കുകയല്ല, കഴുകി വയ്ക്കും. പിന്നെ രാവിലെ ചിലപ്പോൾ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടാവും, നമ്മൾ അല്ലറ ചില്ലറ പാത്രങ്ങളൊക്കെ ചെറുതായിട്ടുണ്ടാവും. അല്ലെങ്കിൽ പിന്നെ ചില സമയത്ത് കിടക്കുന്ന സമയത്ത് എല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് കിടക്കുള്ളൂ കേട്ടോ. അങ്ങനെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് കഴുകി വെച്ചു. അപ്പോഴത്തേക്കും നമ്മൾ അതെല്ലാം കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മീൻ കറിയൊക്കെ ഇത് അവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം കാണുമ്പോൾ അത്ര കളറൊന്നുമില്ല അല്ലേ. അപ്പം ഞാനും വിചാരിച്ചു അയ്യോ കളറിന് മുളക് പൊടിയൊക്കെ ചേർത്തിട്ട് കളറൊന്നും കാണാനില്ല എന്ന് വിചാരിച്ചു. പിന്നെ അവസാനം കുറേ സമയം കഴിഞ്ഞപ്പോൾ നല്ല കളറായിട്ടാണ്, നല്ല ചുമന്ന മീൻ കറിയായി. അങ്ങനെ മീൻ കറിയൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. അവസാനം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു, വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് അവിടെ വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ കുറച്ച് മുളക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഏട്ടൻ കഴിഞ്ഞ ദിവസം വരുമ്പോൾ. ഇത്തിരി ലാഭത്തിൽ പച്ചമുളക് കിട്ടിയപ്പോൾ മോരിലിട്ട് വെക്കാമെന്നും പറഞ്ഞിട്ട് മോരുമുളക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ മോരുമുളക് ഞങ്ങളിപ്പോൾ മോരിലല്ല കേട്ടോ ഇട്ടിരിക്കുന്നത്, ഞാൻ പുളി വെള്ളത്തിലാണ് ഇട്ടിരിക്കുന്നത്. ഉപ്പും പുളിയും നന്നായിട്ട് പിഴിഞ്ഞ് വെച്ചിട്ട് അതിൽ മുളക് കീറിയിട്ട് കുറേ ദിവസം ഇതുപോലെ ഇട്ടിട്ട് ഉണക്കും. ആ ഒരു രീതിക്കാണ് കേട്ടോ മുളക് ഇടുന്നത്. പിന്നെ അവസാനം നമ്മൾ വേണമെങ്കിൽ മോരിലിട്ടിട്ട് 2 ദിവസം എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ മോരുമുളകൊക്കെ ഉണ്ടാക്കണ പോലെ നല്ല പുളിയും ഉപ്പുമൊക്കെ നല്ല കയറി നല്ല അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ എന്തായാലും അതൊക്കെ ഒന്ന് വീണ്ടും നമ്മുടെ അതിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ കരിമീൻ കൊണ്ടുവന്നതിൽ 2-3 ചെറുതും 1 വലുതും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ വലുത് നമുക്ക് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഉപ്പും മുളകൊക്കെ മസാലയൊക്കെ പുരട്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് പിടിച്ച് വന്ന ശേഷം ഞാനിതാ കഴിക്കാൻ പോണ സമയത്താണ് കേട്ടോ മീൻ വറുത്തെടുക്കുന്നത്. ഈ ഒരു മീൻ വറുത്തതുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും കഴിക്കാനുള്ളതുണ്ട്. നല്ല വലിപ്പമുള്ള മീനായിരുന്നു കേട്ടോ, 1 ഉള്ളൂ. അപ്പോൾ ഞാൻ എന്തായാലും ആ മീനൊക്കെ വറുക്കാനായിട്ട് വെച്ചു. പിന്നെ നമ്മുടെ മുളക് കറി, നമ്മുടെ കരിമീൻ വറ്റിച്ചത് എന്തായാലും റെഡി ആയിട്ടുണ്ട്. നല്ല ചുമന്നിട്ടാണ് ഇരിക്കുന്നത് കറി. ക്യാമറയിൽ കാണുന്ന പോലെയല്ല, നല്ല എരിവുണ്ട്, നല്ല പുളിയും ഒക്കെ പിടിച്ച് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. പോരാത്തതിന് നമ്മുടെ കപ്പൻ്റെ കൂടെ കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റാണല്ലോ. അപ്പോൾ ഞാനെന്തായാലും കപ്പയും എടുത്തിട്ടുണ്ട്, മീൻ കറിയും എടുത്തിട്ടുണ്ട് കേട്ടോ. ചോറ് കഴിക്കുന്നതിന് മുമ്പ് ഞങ്ങളിതാ
കപ്പയും മീൻ കറിയും കഴിച്ചിട്ടാണ് പിന്നെ ചോറ് കഴിച്ചത്. അപ്പോൾ എന്തായാലും എല്ലാവരും വിശന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഒരു പ്ലേറ്റിൽ തന്നെ ഞങ്ങൾ കപ്പയൊക്കെ ഇട്ടിട്ട് മീനും ഒക്കെ കൂടായിട്ട് കഴിക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും നമ്മുടെ വറുക്കാൻ വെച്ച നമ്മുടെ കരിമീനൊക്കെ ഒരു സൈഡ് നന്നായിട്ട് വറുത്ത് നല്ല മൊരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ അപ്പുറത്തെ സൈഡൊന്ന് മൊരിഞ്ഞ് വരുമ്പോഴത്തേക്കും നമ്മുടെ പ്ലേറ്റിലിട്ട കപ്പയും മീനും ഒക്കെ ഒന്ന് കാലിയാക്കിയിട്ട് വരാമെന്ന് വിചാരിച്ച് ഞാനതാ പോവാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ, ഏട്ടനും ഞാനും കൂടെ ഇരുന്നിട്ട് ഒരുമിച്ച് കപ്പയും മീനൊക്കെ അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണെങ്കിലും നമ്മുടെ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ മാത്രം ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരോടും ടേക്ക് കെയർ. ബൈ ബൈ.